വ്യൂവേഴ്സ്, യായക്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി എടുത്തത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എണ്ണ ആവശ്യത്തിന്, ഇഞ്ചി കൊത്തി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 വട്ടത്തിലരിഞ്ഞത്, 2 കതർപ്പ് കറിവേപ്പില, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ നടുവെ പിളർന്നത്, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കായപ്പൊടി, വിനാഗിരി ആവശ്യത്തിന്. നമുക്ക് ആദ്യമേ തന്നെ ചെമ്മീൻ ഒരു ബൗളിലേക്ക് ഇടാം. ബൗളിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞളിൻ്റെ 1/4 ഭാഗം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് വയ്ക്കാം. ഇത് വറക്കാനാവുമ്പോഴേക്കും നമുക്ക് കടുകും ഉലുവയും ഒന്ന് ചെറുതാക്കി ചൂടാക്കി പൊടിച്ചു വയ്ക്കും. നമ്മൾ ചെമ്മീനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പം ഒരു 15 മിനിറ്റ് ആയി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെമ്മീനിട്ട് വറുത്തെടുക്കാം. രണ്ട് വശം മറിച്ചിട്ട് നന്നായി മുപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് എണ്ണയിൽ കോരിയെടുക്കാം. ഈ ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതിട്ട് നന്നായി ചുവന്ന വരുന്നത് വരെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മുളക് പൊടി ഒന്ന് ചൂടായി വരുന്നു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മളെടുത്ത് വെച്ച കടുകും ഉലുവയും കൂടെ പൊടിച്ചത്, ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് ഓഫാക്കി വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. നമ്മുടെ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ
വൃത്തിയുള്ള കുപ്പിയിൽ ആക്കിയിട്ട് സൂക്ഷിക്കാം. ഈ പിക്കിള് 6 മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ ഇരിക്കും.